ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. നമ്മൾ ഇന്ന് നോട്ട് ജെയ്സിൽ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ബിൽറ്റ്-ഇൻ മോഡ്യൂൾ OS മോഡ്യൂൾ എന്താണെന്നാണ്. ഇപ്പോൾ OS മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും മെത്തേഡ്സും, അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ മെത്തേഡ്സും പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ അണ്ടർലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് വേയിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഓരോ മെത്തേഡായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. OS മോഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ index.mjs ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്താണ് നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ OS മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ഓരോ മെത്തേഡായിട്ട് ലോഗ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ആർക്കാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ടെർമിനലിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ OS മോഡ്യൂളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ CPU ആർക്കിടെക്ചർ റിട്ടേൺ ചെയ്യുന്നത്. എന്റെ 64 ബിറ്റ് ആയതുകൊണ്ട് x64 ആണ് റിട്ടേൺ ചെയ്തത് കേട്ടോ. ഇനി സെക്കൻഡ് മെത്തേഡ് CPUs ആണ്. ഈ മെത്തേഡ് നമുക്കൊരു അറേ ഓഫ് ഒബ്ജക്ട്സിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഈ അറേന്റെ അകത്ത് Node.js പ്രോസസ്സർ റൺ ചെയ്യുന്ന ആ ഒരു മെഷീന്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസ്, അതായത് CPU റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആണ്. CPUന്റെ മോഡല്, ക്ലോക്ക് സ്പീഡ്, ഓരോ സ്റ്റേറ്റിലും ഈ CPU സ്പെൻഡ് ചെയ്യുന്ന ടൈം, നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. മോഡൽ, CPU, ടൈംസ് ഇതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഹോസ്റ്റ് നെയിം ആണ്. ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹോസ്റ്റ് നെയിമിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ഈ പ്രീവിയസ് രണ്ടിനെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഹോസ്റ്റ് നെയിം റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഹോം ഡയറക്ടറി ആണ്. കറന്റ് യൂസറിന്റെ ഹോം ഡയറക്ടറി നെയിം ആണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കൊന്ന് ലോഗ് ചെയ്ത് നോക്കാൻ അഗെയിൻ. ഇവിടെ എന്റെ സിസ്റ്റത്തിന്റെ ഹോം ഡയറക്ടറി, അതായത് എന്റെ ലെനോവ ആയതുകൊണ്ട് യൂസേഴ്സിൽ ലെനോവ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഹോം ഡയറക്ടറി. ഇനി നെക്സ്റ്റ് മെത്തേഡ് ഫ്രീ മെം ആണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിലെ ഫ്രീ മെമ്മറി ഇൻ ബൈറ്റ്സിലായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ഇതിനൊന്ന് കമന്റ് ചെയ്തിട്ട് ലോഗ് ചെയ്യുകയാണ്. os.freemem. അപ്പൊ എമൗണ്ട് ഓഫ് ഫ്രീ മെമ്മറി ഇൻ ബൈറ്റ്സിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ടോട്ടൽ മെം ആണ്. ഇത് ടോട്ടൽ മെമ്മറി ഇൻ ബൈറ്റ്സിൽ റിട്ടേൺ ചെയ്യും. നേരത്തെ നമ്മൾ ഫ്രീ മെമ്മറി എടുത്തില്ലേ, അതുപോലെ തന്നെ os.total mem. എന്റെ സിസ്റ്റത്തിന്റെ ടോട്ടൽ മെമ്മറി എമൗണ്ട് ഇൻ ബൈറ്റ്സിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഫൈനൽ മെത്തേഡ് പ്ലാറ്റ്ഫോം ആണ്. ഇത് നമ്മുടെ Node.jsന്റെ പ്രോസസ്സ് റൺ ചെയ്യുന്നത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണോ അതിനെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ os.platform എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് Win32 എന്നാണ് വന്നത്. ആക്ച്വലി എന്റെ സിസ്റ്റം 64 ബിറ്റ് ആണെങ്കിലും ഇത് എല്ലാ വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അത് വിൻഡോസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഐഡന്റിഫയർ മാത്രമാണ്. ഇപ്പൊ CPUസും ആർക്കിടെക്ചർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇത് ജസ്റ്റ് പ്ലാറ്റ്ഫോം ഐഡന്റിഫയർ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം മെത്തേഡ്. സോ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഈ Win32 ആയിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോഡ്യൂൾസിന്റെ മെയിൻ മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഇത് കൂടാതെ കുറെ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അത് Node.jsന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് മാത്രമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. Node.jsലെ അടുത്ത മോഡ്യൂള് URL മോഡ്യൂൾ ആണ്. ഈ മോഡ്യൂൾസ് OS മോഡ്യൂൾസ് പോലെ തന്നെ കുറച്ച് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ URLസിനെ പാഴ്സ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും റിസോൾവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മളൊരു URL എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ പാർട്സിനെയും ഡിഫറെന്റ് പാർട്സിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒക്കെയാണ് ഈ മോഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മെത്തേഡായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു URL മോഡ്യൂൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. index.mjs ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആസ് യൂഷ്വൽ നമുക്ക് URL മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു സാമ്പിൾ URL എടുക്കുകയാണ്. ഈ URL-നെ നമ്മൾ URL കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ്, മൈ URL എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ URL-നെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇതിന്റെ ഒരുപാട് കോമ്പോണൻസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ മൈ URL എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിന്റെ അകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഹാഷ് ആണ്. ഇത് നമ്മുടെ URL-ന്റെ ഫ്രാഗ്മെന്റ് ഐഡന്റിഫയറിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ URL ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാഗ്മെന്റ് ഐഡന്റിഫയർ ഹാഷ് ആയതുകൊണ്ട് അതും അതിന്റെ കൂടെയുള്ള ലീഡിങ് ക്യാരക്ടേഴ്സ്, അതായത് അത് കഴിഞ്ഞിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഇവിടെ ഹാഷ് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത്. ഈ ഹാഷ് സിമ്പിളും ഈ ഹാഷും റിട്ടേൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഹോസ്റ്റ് ആണ്. ഇത് നമ്മുടെ ഫുൾ ഹോസ്റ്റ് ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യും. അതായത് ഹോസ്റ്റ് നെയിമിനെയും പോർട്ട് നമ്പറിനെയും റിട്ടേൺ ചെയ്യും. മൈ URL ഡോട്ട് ഹോസ്റ്റ് കൊടുക്കുക. ഹാഷിനെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് നെയിമും പോർട്ട് നമ്പറും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്റ്റ് നെയിം മാത്രം മതിയെങ്കിൽ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ഡോട്ട് ഹോസ്റ്റ് നെയിം. നമുക്ക് ഇതിൽ നിന്ന് URL നിന്ന് ഹോസ്റ്റ് നെയിമിനെ മാത്രം റിട്ടേൺ ചെയ്യും. ഇതുപോലെ തന്നെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്ന് പോർട്ട് നമ്പർ റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടില്ലേ നമ്മുടെ URL-ന്റെ പോർട്ട് നമ്പർ 8080 അല്ലേ. അപ്പൊ ഹോസ്റ്റ് നെയിം example.com റിട്ടേൺ ചെയ്തു, അതുപോലെ തന്നെ പോർട്ട് നമ്പറിനെയും റിട്ടേൺ ചെയ്തു. ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ ഹോസ്റ്റ് യൂസ് ചെയ്താൽ മതി. അതായത് ഫുൾ ഹോസ്റ്റിനെ റിട്ടേൺ ചെയ്യുന്നത് ഹോസ്റ്റ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി href ആണ്. നമ്മൾ ആങ്കർ ടാഗിൽ HTML ആങ്കർ ടാഗിൽ href യൂസ് ചെയ്യാറില്ലേ, അവിടെ നമ്മുടെ കംപ്ലീറ്റ് URL ഒരു സ്ട്രിംഗ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ URL-നെ സീരിയലൈസ് ചെയ്യുക, അതായത് ഒരു സ്ട്രിംഗ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നതാണ് ഈ href. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ URL-നെ ഒരു സ്ട്രിംഗ് ആയിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ URL-ൽ നിന്ന് കൊറി സ്ട്രിങ്ങിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കൊറി ഈക്വൽ ടു സ്ട്രിങ്, ഇതല്ലേ നമ്മുടെ കൊറി സ്ട്രിങ്. അഗൈൻ ഞാൻ ലോഗ് ചെയ്യുവാണ്. മൈ URL ഡോട്ട് സെർച്ച് കൊടുക്കുക. അപ്പൊ ഈ സെർച്ചിന്റെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ എൻറ്റയർ കൊറി സ്ട്രിങ്ങിനെയല്ലേ ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ മാർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ. ഇനി നമുക്ക് ഈ സെർച്ച് പാരാമീറ്റേഴ്സിന് മാത്രം ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് പാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ ഒരു കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മുടെ സെർച്ച് പാരാമീറ്റേഴ്സ് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും പാരാമീറ്റേഴ്സ് ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ HTTP റിക്വസ്റ്റിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇതിനെ അക്സസ് ചെയ്തിട്ട് ഈ സെർച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ആഡ് ചെയ്ത് URL റീസെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ലോഗ് മൈ URL ഡോട്ട് സെർച്ച് പാരംസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മുടെ സെർച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള പോലെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ URL സ്കീമിന്റെ പ്രോട്ടോകോളിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താൽ മതി. മൈ URL ഡോട്ട് പ്രോട്ടോകോൾ കൊടുക്കുക. ഇവിടെ കണ്ട നമ്മൾ HTTPS ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് HTTPS പ്രോട്ടോകോൾ ആണ്. ഇനി ഇത് കൂടാതെ രണ്ട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ JSON സ്ട്രിങ്ങും ഈ URL-ൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് മൈ URL ഡോട്ട് ടു സ്ട്രിങ് മെത്തേഡും ഉണ്ട്, അതേപോലെ
മൈ URL ഡോട്ട് ടു JSON മെത്തേഡും ഉണ്ട്. ഒന്ന് സീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടാമത്തത് JSON സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. സ്ട്രിങ്ങും JSON സ്ട്രിങ്ങും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് URL മൊഡ്യൂളിന്റെ മെയിൻ മെത്തേഡ്സും അതിന്റെ കോമ്പോണൻസും. ഇത് കൂടാതെ റിസോൾവ്, പാഴ്സ് ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾ Node.jsന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് HTTP മോഡ്യൂള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് വാനില JSൽ എങ്ങനെയാണ് ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. താങ്ക് യു.